നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഗൂഗിൾ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളുടെ ചാനൽ തന്നെ നമ്മൾ ഗൂഗിൾ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വേറെ 2 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് വന്ന ഒരു റിപ്ലൈ ആണ് ഗൂഗിൾ മീറ്റിലെ വോയിസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും എന്നത്. അപ്പോൾ അവരുടെ എല്ലാ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് വരുന്നത്. ഈ വീഡിയോയിൽ ഗൂഗിൾ മീറ്റിലെ വോയിസിൽ നമ്മൾ അധികം ആരും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ആർക്കും അറിയാത്ത ഒരു ട്രിക്കാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഈ ട്രിക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമ്മൾ ഇന്ന് ഈ പറയാൻ പോകുന്ന ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റിൽ നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയാൻ ആവശ്യപ്പെട്ടു. പക്ഷെ നമുക്ക് അത് പറയാൻ അറിയത്തില്ല. പക്ഷെ നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ. ആ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ഈ പറയാൻ പോകുന്ന ട്രിക്ക് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ ട്രിക്കിൽ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ വോയിസിൽ നമ്മൾ ഒരു എക്കോ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ കാരണത്താൽ തന്നെ നമ്മൾ ഒരു കാര്യം ഒരല്പം സ്പീഡിൽ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് എക്കോ ഉണ്ടാകും. ആ കാരണത്താൽ തന്നെ 3-4 സൗണ്ടുകൾ ഓവർലാപ്പായി അത് കേൾക്കുന്ന ആൾക്ക് അത് വ്യക്തമാവത്തില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് മൊബൈൽ വ്യൂയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ ശരിക്കുള്ള ഗുണവും അത് എങ്ങനെ എനേബിൾ ചെയ്തെടുക്കാം എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇനി നേരെ മൊബൈൽ വ്യൂയിലേക്ക് പോകാം. ഈ ട്രിക്ക് ഗൂഗിൾ മീറ്റ് ആപ്പിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് ഗൂഗിൾ മീറ്റ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗൂഗിൾ ക്രോമിൽ ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആ മുകളിൽ കാണുന്ന 3 ഡോട്ട് ഐക്കൺ പ്രസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ meet.google.com എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൽ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഒന്നുകിൽ നമുക്കൊരു പുതിയ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു മീറ്റിംഗിന്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു മീറ്റിംഗിൽ കയറാൻ സാധിക്കും. ഇപ്പോൾ തൽക്കാലം ഒരു ഉദാഹരണത്തിന് വേണ്ടി നമുക്കൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് താഴെ ഒരു 3 ഡോട്ട് ഓപ്ഷൻ കാണാവുന്നുണ്ട്. അതായത് ഒരു മോർ ഓപ്ഷൻ നമുക്ക് കാണാവുന്നുണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇനി അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. സെറ്റിംഗ്സിൽ നമുക്ക് 3 ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതായത് ഓഡിയോ, വീഡിയോ, ജനറൽ. അതിൽ നമുക്ക് ഓഡിയോ സെലക്ട് ചെയ്യാം. ഓഡിയോയിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് മൈക്രോഫോൺ, സ്പീക്കർ എന്ന 2 ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അത് രണ്ടും നമുക്ക് ഡീഫോൾട്ട് സെറ്റിംഗ്സിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ആ മൈക്രോഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് സ്പീക്കർ ഫോൺ, വയർഡ് ഹെഡ്സെറ്റ്, ഡീഫോൾട്ട് എന്നീ 3 ഓപ്ഷനുകളുണ്ട്. അതിൽ നമുക്ക് ഡീഫോൾട്ട് എന്ന് പറയുന്ന ആ ഓപ്ഷൻ മാറ്റിക്കൊണ്ട് നമുക്ക് ആ വയർഡ് ഹെഡ്സെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊരു വാർണിംഗ് പോലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ വോയിസിൽ എക്കോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതായത് ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ വോയിസിൽ എക്കോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കാരണത്താൽ തന്നെ നമ്മളുടെ ഈ വോയിസ് കേൾക്കുന്ന ആ മറ്റൊരാൾക്ക് നമ്മുടെ ആ വോയിസ് വ്യക്തമായി മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഇത് കേൾക്കുന്നവർ കരുതുന്നത് നമ്മളുടെ ഏതൊരു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമാണ് നമ്മളുടെ വോയിസിൽ ഇങ്ങനെ എക്കോ വരുന്നത് എന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനൊരു സെറ്റിംഗ്സിൽ മാറ്റം വരുത്തി എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ അറിവ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് എത്തിച്ചു കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു മടിയും കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ചാനൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത 2 വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് അവസാനമോ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ വരുന്നതും വരെ ബൈ.